ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിൽ മുട്ട ചേർക്കാത്ത വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബർഗർ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ ബണ്ണാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ ഇതിൽ ചേർത്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം, ലൈക്കും സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബർഗർ ബണ്ണ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ 1/2 കപ്പ് മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 2 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. അപ്പോൾ കുറേ പേര് കേൾക്കുന്നുണ്ട്, സ്പൂൺ മെഷർമെൻറ്റ് കാണിക്കണേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പൂണിൽ കാണിക്കുന്നത്. പിന്നെ ഇതിലേക്ക് അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ 1 സ്പൂൺ അളവിൽ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ ചേർക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ വാനില പൗഡറും കൂടിയാണ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആ ഒരു ഈസ്റ്റൊക്കെ നല്ലതുപോലെ കുതിർന്ന് ഒന്ന് ഇതായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കുഴയ്ക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് ആവട്ടെ കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ള മൈദാമാവൊക്കെ എടുക്കാം. മൈദാമാവ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എലക്റ്റിൻ്റെ മൈദാമാവ് തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 200 ml കപ്പിലാണ് 2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ 1 കവർ അളവിൽ പാൽപ്പൊടിയാണ്, 10ൻ്റെ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ് ഞാൻ ഈ അളവിൽ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിൽ ഗ്രാം അളവ് പറയാത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് അളന്നെടുക്കണ മെഷീൻ കാണില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ പറഞ്ഞു തരണം. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഇനി ഞാനവിടെ ഈസ്റ്റ് നല്ലതുപോലെ കുതിർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ മാവും അതുപോലെ തന്നെ പാൽപ്പൊടി ചേർത്തതും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ഇത് കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറു ചൂട് പാൽ കുറച്ചും കൂടി ചേർത്ത് ഒന്ന് അധികം കട്ടിയല്ല, ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനതിവിടെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി കട്ടിയാണ്, അപ്പോൾ കുറച്ചും കൂടി ഞാൻ പാൽ ചേർത്ത് കുഴച്ചെടുക്കുകയാണ്. ഇനി നമ്മളിത് ഇതിൽ വെച്ച് കുഴച്ച് കഴിഞ്ഞാൽ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ, കുഴയെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബണ്ണിനൊക്കെ കുഴയ്ക്കുന്ന രീതി ഞാൻ പല വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അധികം ഞാൻ വീഡിയോസ് ഇതിൽ കാണിക്കുന്നില്ല. അടുത്തതിലേക്ക് ഞാൻ 30 ഗ്രാം കുക്കീസിൻ്റെ മാർജറിനാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഈ കുക്കീസിൻ്റെ മാർജറിൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, 30 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബട്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ഈ മാർജറിൻ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു മാർജറിന് പകരം നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ നല്ല പഞ്ഞി പോലത്തെ ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ വേറൊരു വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇതുപോലെ ബട്ടർ ചേർത്തുള്ള ബണ്ണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നല്ല പഞ്ഞി പോലത്തെ ബണ്ണ് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് കടയിൽ നിന്ന് ബർഗർ ബണ്ണൊന്നും വാങ്ങിക്കേണ്ട, ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി എടുത്താൽ മതി. ഇത്തിരി കുഴയ്ക്കണ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കുഴയ്ക്കുമ്പോൾ നിങ്ങളൊരു 10-15 മിനിറ്റെങ്കിലും നല്ലതായിട്ട് കുഴയ്ക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് നേരം കുഴച്ചിട്ട് ബണ്ണ് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഴയാണ് ഏറ്റവും പ്രധാനം കേട്ടോ. പിന്നെ നമ്മൾ മാവൊക്കെ കുഴയ്ക്കുമ്പം നമുക്ക് എപ്പോഴും ആ കുഴച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് മാറാൻ വേണ്ടി നമുക്ക് ഒരു പാട്ടൊക്കെ ഇട്ട് കേട്ട് നല്ല രീതിയിൽ അങ്ങ് കുഴച്ചോളട്ടോ. കുഴച്ച് നല്ല പരിവായ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഒരു മാവ് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. മാവ് കുഴച്ചത് നല്ല സോഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ആ ഒരു ബണ്ണ് നല്ലതായിട്ട് കിട്ടില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഇനി അതിന് ശേഷം ആ മാവ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തിയ ശേഷം എല്ലാ ഭാഗത്തുനിന്ന് വലിച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് അകത്തോട്ട് മടക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മൂടി വെച്ച് ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂർ വെച്ചാൽ മതി. പക്ഷേ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പാത്രത്തിലൊന്നും എടുത്ത് വയ്ക്കുന്നതിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ മാവൊന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാവ് കുഴയ്ക്കാൻ എടുത്ത ആ ഒരു പാത്രം ഒന്ന് കമത്തി വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഒന്ന് ഉണങ്ങിയൊന്നും വരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു തുണിയില്ലേ, നമ്മളൊരു ടവലോ എന്തെങ്കിലും അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ഈ ഒരു ബൗൾ തന്നെ അങ്ങൊന്ന് കമത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മാവ് വച്ചിട്ട് ഒരു 1.25 മണിക്കൂറായപ്പോഴാണ് ഞാൻ എടുത്തത് കേട്ടോ. കൂടുതൽ സമയം വച്ചില്ല. 1.25 മണിക്കൂറായപ്പോൾ മാവ് നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
കണ്ടോ, നല്ല പഞ്ഞി പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൈ കൊണ്ട് ഒന്ന് എല്ലാ ഭാഗവും പരത്തി ഒന്ന് ഇതുപോലെ ഒന്ന് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത്, ഇതിപ്പോൾ ഞാൻ അളവൊന്നും നോക്കുന്നില്ല, ഒരു ഭാഗം ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ പുറത്തൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു 80 ഗ്രാം 100 ഗ്രാം അളവിലൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അളവൊന്നും നോക്കല്ല, അതാ കോണ് തിരിച്ച് എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിലത് ചെറുതും വലുതായിട്ടൊക്കെ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അളന്നെടുക്കുക, കൃത്യമായിട്ടുള്ള അളവ് എത്രയാണോ എടുക്കേണ്ട ആ ഒരു അളവ് കറക്റ്റായിട്ട് അളന്നെടുക്കുക കേട്ടോ. അത് അളവൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു കൈപ്പിടി, നമുക്ക് ബോൾസ് എടുക്കുന്ന അറിയാമല്ലോ, ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ പീസ് വീതം എടുത്ത് ഇതുപോലെ ഒന്ന് അകത്തേക്ക് മടക്കാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗവും അകത്തേക്ക് മടക്കി ഒന്ന് ആ ഒരു ജോയിൻ്റ് ഒന്നും കാണാത്ത രീതിയിൽ മടക്കിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ അതിനെ ഉരുട്ടിയെടുക്കുന്നത്. ഉരുട്ടിയെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ഉരുട്ടി ലെവലാക്കി എടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഈ മാവ് ഇത് വേവിച്ചെടുക്കുമ്പോൾ ആ സൈഡൊക്കെ പൊട്ടിപ്പോവും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചോ ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ ഉരുട്ടിയാൽ മാത്രമേ ആ ഒരു ഭാഗമൊക്കെ നല്ല ക്ലിയറായാൽ മാത്രമേ നമുക്ക് നല്ല ബണ്ണ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. മാവ് ഞാൻ അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒരു 15 മിനിറ്റ് കൂടുതലായാലും കുഴപ്പമില്ല, 15-20 മിനിറ്റിനകത്ത് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 15 മിനിറ്റ് ആയപ്പോൾ ബോൾസ് എല്ലാം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. മുട്ട ഒന്ന് ചെറുതായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഞാൻ ബീറ്റ് ചെയ്ത ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ മുട്ട ഒട്ടും തന്നെ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുട്ടയ്ക്ക് പകരം ഇതുപോലെ പാലൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളുത്ത എള്ള ഇല്ലെങ്കിൽ കറുത്ത എള്ളായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ നമ്മൾ ഈ ബണ്ണൊക്കെ വാങ്ങിക്കുമ്പോൾ വെളുത്ത എള്ളാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാത്തിലും ഒന്ന് ഇട്ട് കൊടുത്തേ ശേഷം അപ്പോൾ ഞാൻ ഇവിടെ ഓവൺ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വച്ചിരുന്നു. ഓവൺ ഫ്രീ ഹീറ്റ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഫ്രീ ഹീറ്റ് ചെയ്തത്. നമ്മൾ ആ 2 കോയിനും താഴത്തെ കോയിനും മുകളിലത്തെ കോയിനുമാണ് കേട്ടോ, രണ്ടും കത്തക്ക രീതിയിലാണ് നമ്മൾ കോയിൻ കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇതിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ട്, എല്ലാവരും ഓവനും ഒരുപോലെ അല്ല, ചിലർ ഓവണ് 20 മിനിറ്റ് ആകുമ്പോൾ വേവും. എൻ്റെത് 25 മിനിറ്റ് ആയപ്പോഴാണ് നല്ലതുപോലെ വെന്ത് കിട്ടിയത് കേട്ടോ. 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ല വേവും, പക്ഷേ കളർ കിട്ടില്ല കേട്ടോ. ഇതുപോലെ നല്ല കളർ കിട്ടണമെങ്കിൽ എൻ്റെത് ഓവനിലാണെങ്കിൽ 25 മിനിറ്റ്. എൻ്റെത് OTGയുടെ മോർഫി റിച്ചാർഡിൻ്റെ 24 ഇതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ. ആ ചൂടോടെ തന്നെ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ തടവി കൊടുക്കണം. അപ്പോൾ ഇത്തിരി കൂടെ നല്ല ഗ്ലേസിങ് കിട്ടും കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബണ്ണ് കണ്ടല്ലോ. നമ്മളിനി കടയിൽ നിന്ന് ബർഗർ ബണ്ണൊന്നും വാങ്ങിക്കേണ്ട, നമ്മളെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഒന്ന് പിതുക്കി നോക്കുമ്പോൾ തന്നെ നല്ല ഒരു പഞ്ഞി പോലത്തെ ബണ്ണാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇപ്പം നല്ല ചൂടുണ്ട്, നിങ്ങൾ നല്ല തണുത്ത ശേഷം കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ പെട്ടെന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല പഞ്ഞി പോലത്തെ ബണ്ണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിൽ മാത്രമേ നമ്മൾ ഓരോ പറയുന്ന കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ടും എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ.